ഓം നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ തിരുവാതിര. മംഗല്യഭാഗ്യത്തിനായിട്ടും വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാനായിട്ടും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിച്ചു വരുവാനായിട്ടും നമ്മളെല്ലാവരും തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന ഒരു വ്രതമാണ് ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഇന്ന് വ്രതമനുഷ്ഠിച്ച് വഴിപാടുകൾ ചെയ്യുന്നവരുമുണ്ടാകും. അതുപോലെ തന്നെ പലരും നാളെ, അതായത് ജനുവരി മാസം 3-ാം തീയതി വ്രതമനുഷ്ഠിച്ച് ശിവഭഗവാനെയും പാർവതി ദേവിയെയും വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്നവരും ഉണ്ടാകും. ഇന്നു രാത്രി 8 മണിക്ക് തുടങ്ങുന്ന തിരുവാതിര തിഥി നാളെ 5:25 അവസാനിക്കുന്നുണ്ട്. സാധാരണ സന്ധ്യാസമയങ്ങളിൽ വരുന്ന തിഥിയെയാണ് നമ്മൾ ആ ഒരു ദിവസത്തെ കണക്ക് പ്രകാരം എടുക്കുന്നത്. പക്ഷേ 2 പ്രാവശ്യം, അതായത് ഇന്ന് തുടക്കത്തിൽ, ഇന്ന് വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിലും ഇന്ന് സന്ധ്യയ്ക്ക് തിരുവാതിര നക്ഷത്രമില്ല, അതായത് 8 മണിക്ക് ശേഷം മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ നാളെ വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിലും സന്ധ്യയ്ക്ക് മുന്നേ തന്നെ തിരുവാതിര നക്ഷത്രം അവസാനിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തു തന്നെ ആണെങ്കിലും ഇന്ന് വ്രതമനുഷ്ഠിച്ചവരും അല്ല നാളെ വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിലും സാരമില്ല. നാളെ സൂര്യ ഉദയ സമയത്ത് തിരുവാതിര നക്ഷത്രമുണ്ട്. അതുകൊണ്ട് വ്രതമനുഷ്ഠിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇനി നമുക്ക് ക്ഷേത്ര ദർശനം ചെയ്യാൻ സാധിക്കില്ല, ക്ഷേത്രത്തിൽ പോയി തൊഴുതാൻ പറ്റുന്നില്ല, വീടുകളിൽ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് മന്ത്രങ്ങൾ ജപിക്കുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലും സാരമില്ല. ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ 51 പ്രാവശ്യം ജപിച്ചാൽ മതിയാകുന്നതാണ്. തിരുവാതിര വ്രതമനുഷ്ഠിച്ചതിൻ്റെ പരിപൂർണമായ ഫലം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. തിരുവാതിരയെ സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ശിവഭഗവാന്റെ ജന്മദിനമായിട്ടും ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും വിവാഹ ദിനമായിട്ടും അതുപോലെ തന്നെ കാമദേവന് മോക്ഷം ലഭിച്ച ദിവസമായിട്ടും ഭഗവാൻ മഹർഷിമാർക്ക് നടരാജ നൃത്തം അവതരിപ്പിച്ച് ആരുദ്ര ദർശനം നൽകുന്ന ഒരു ദിവസമായിട്ടും ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദിവസമാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ ദീർഘസുമംഗലിയായിരിക്കാൻ, ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി, വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടി തുടങ്ങിയ അനേകായിരം ഫലങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും ഈ ഒരൊറ്റ വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നതിലൂടെ എന്ന് വേണം പറയുവാനായിട്ട്. ഇനി ഞാൻ ആദ്യം തന്നെ പറയാം, വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, നമ്മൾ വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുന്നവരാണെങ്കിലും ഞാനിവിടെ പറയുന്ന ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്യുക. അതിനുശേഷം നാളെ രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്ന് ഞാൻ പറയാം. അതായത് നമ്മുടെ വീട്ടിൽ 5 തിരിയിട്ട നിലവിളക്ക് തെളിയിക്കണം. ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും പടത്തിൽ മാലകളെല്ലാം ചാർത്തി നല്ല രീതിയിൽ അലങ്കാരം ചെയ്തതിനു ശേഷം ഒരു തട്ട് വെച്ച് ആ തട്ടിൽ പച്ചരി നിരത്തി അതിന് മുകളിൽ നമുക്കൊരു നിലവിളക്ക് വെച്ച് 5 തിരിയിട്ട് നെയ്യ് ഒഴിക്കാൻ സാധിക്കുകയാണെങ്കിൽ നെയ്യ് ഒഴിച്ച്, ഇനി അഥവാ നല്ലെണ്ണയാണ് ഒഴിക്കുന്നതെങ്കിൽ നല്ലെണ്ണ ഒഴിച്ച് ദീപം തെളിയിച്ച്, നമുക്ക് വീട്ടിലെ സ്ത്രീകൾ തന്നെയാണ് ദീപം തെളിയിക്കേണ്ടത്. ദീപം തെളിയിച്ച് ആ നിലവിളക്കിന് തൊട്ടടുത്തായിട്ട് വെറ്റില, അടയ്ക്ക, കൺമഷി, പൂ, കുങ്കുമം എന്നിവ, മഞ്ഞൾ എന്നിവയെല്ലാം വെച്ച് നമുക്ക് ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹത്തിനായിട്ട്, അതായത് ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഏതു കാര്യങ്ങൾ ആഗ്രഹിച്ചാലും ഭഗവാനും ദേവിയും തന്നനുഗ്രഹിക്കും. വളരെയധികം ശാന്ത രൂപേണ സന്തോഷഭാവത്തിൽ ആനന്ദത്തോടു കൂടി ഇരിക്കുന്ന ഈ ഒരു സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ അത് അതുപോലെ തന്നെ നിറവേറ്റി തരുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസമാണ് നാളെ. അതുകൊണ്ട് രാവിലെയോ വൈകുന്നേരമോ ഞാൻ ഇവിടെ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ശിവഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക, ശിവഭഗവാന്റെ സ്തോത്രങ്ങൾ ജപിക്കുക, അതുപോലെ ലളിതാ സഹസ്രനാമം ജപിക്കാം. ഇങ്ങനെ നമുക്ക് എന്തെല്ലാം നാളെ ശിവഭഗവാന്റെയും പാർവതി ദേവിയുടെയും മന്ത്രങ്ങൾ ചൊല്ലാൻ അറിയുന്നവരെല്ലാം അത് ജപിക്കാം. ശിവഭഗവാന്റെ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും ഉത്തമമായ ഒരു മന്ത്രം എന്ന് പറയുന്നത് ശക്തി പഞ്ചാക്ഷരി മന്ത്രം എന്നറിയപ്പെടുന്ന ഹ്രീം നമഃശിവായ, ഹ്രീം നമഃശിവായ, ഹ്രീം നമഃശിവായ എന്നുള്ള ഈ മന്ത്രം നമുക്ക് നാളെ 108 തവണ ജപിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ്. ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ നമ്മളെ കൊണ്ട് എന്തെല്ലാം വാങ്ങിക്കൊടുക്കുവാൻ സാധിക്കുമോ അതിൽ ഏതെങ്കിലും ഒന്ന്, അതായത് നമുക്ക് ഇളനീര് വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാം, പാൽ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുക്കാം, അതുപോലെ തന്നെ ഭസ്മം വാങ്ങിക്കൊടുക്കാം എന്നിങ്ങനെ നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് അത് വാങ്ങിച്ചു കൊടുക്കാം. അതുപോലെ അന്നദാനം നാളെ നടത്താവുന്നതാണ്.
ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി അഥവാ നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല, പീരിയഡ്സ് ആണ്, പുലവാലായ്മയാണ്, ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും തിരക്കുകളുണ്ട്, വ്രതമനുഷ്ഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരാണെങ്കിലും, ഇനി വ്രതം അനുഷ്ഠിക്കുന്നവരാണെങ്കിലും രാവിലെ ഉണർന്ന ഉടൻ തന്നെ കുളിക്കണം എന്ന് പോലും നിർബന്ധമില്ല. നിങ്ങൾ രാവിലെ ഉണർന്ന ഉടൻ തന്നെ ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 51 പ്രാവശ്യം ജപിക്കുകയാണെങ്കിൽ അത്യുത്തമം. പക്ഷെ നമുക്ക് ആ സമയത്ത് എണ്ണം കണക്കിലെടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത്രയും സമയം ഇതിനായിട്ട് മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, അതും അല്ലെങ്കിൽ നിങ്ങൾ ഒരു 21 പ്രാവശ്യം ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം മനസ്സുരുകി തന്നെ ശിവഭഗവാനെയും പാർവതി ദേവിയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർ നമുക്ക് അനുഗ്രഹം തരുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറി കിട്ടുന്നത് പോലെ നമ്മൾ മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ ദീർഘസുമംഗലിയായിട്ടും ദീർഘായുസോടുകൂടിയും ഇരിക്കുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവരാണെങ്കിൽ വിവാഹം മംഗളകരമായി നടന്നു കിട്ടുന്നത് പോലെ സങ്കല്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആയുസ്സും ആരോഗ്യവും നമുക്ക് നേടിയെടുക്കുന്നത് പോലെയും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് പോലെയും സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം ശിവശക്തി ഐക്യരൂപിണേ നമ. ഓം ശിവശക്തി ഐക്യരൂപിണേ നമ. ശിവശക്തി ഐക്യരൂപിണേ നമ എന്നുള്ള മന്ത്രം 51, 108, 21 പ്രാവശ്യം, അതും അല്ലെങ്കിൽ 10 മിനിറ്റ് എന്നിങ്ങനെ സമയങ്ങൾ മാറ്റിവെച്ച് നമുക്ക് ഇത് ചൊല്ലാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അത്രയും സമയം ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ പോലും വെറും 5 തവണ ഈ മന്ത്രം ജപിക്കുക. വീണ്ടും ഒരു 5 തവണ ഓം ഉമാമഹേശ്വര്യേ നമ, ഓം ഉമാമഹേശ്വര്യേ നമ, ഓം ഉമാമഹേശ്വര്യേ നമ എന്നുള്ള മന്ത്രം ജപിക്കാം. അല്ലെങ്കിൽ ഓം ഹ്രീം നമഃശിവായ എന്നുള്ള മന്ത്രം ജപിക്കാം. ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും ഒരു മന്ത്രം നാളെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ദുഃഖങ്ങൾക്കും ഒരു അവസാനം എന്നു തന്നെ പറയാവുന്നതാണ്. ധനുമാസത്തിൽ തിരുവാതിരയ്ക്ക് ഒരുപാട് പ്രത്യേകതകളാണ് ഉള്ളത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ പ്രത്യേകതകൾ, അതിൻ്റെ ഫലങ്ങൾ എല്ലാം തന്നെ നമ്മളെ വന്നു ചേരുവാനായിട്ട് നാളെ രാവിലെ ഉണർന്നതും നമുക്ക് ഈ മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ്. അതുമാത്രമല്ല, നാളെ എപ്പോഴെല്ലാം നമുക്ക് സമയം കിട്ടുന്നുവോ, എപ്പോഴാണെങ്കിലും ഏതൊരു സമയത്താണെങ്കിലും, ജോലിക്കിടയിലാണെങ്കിലും ശരി, യാത്രക്കിടയിലാണെങ്കിലും ശരി, അല്ല ഉച്ച സമയത്ത് ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ആണെങ്കിലും ശരി, സാരമില്ല, എപ്പോൾ വേണമെങ്കിലും ശിവഭഗവാനെയും പാർവതി ദേവിയും മനസ്സിൽ ധ്യാനിക്കാം. അതുപോലെ തന്നെ അവരുടെ മുഖങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം നമ്മൾ ജപിച്ചുകൊണ്ടേ ഇരിക്കാവുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണ്. അതും മാത്രമല്ല, തിരുവാതിര ദിവസത്തിൽ നമ്മൾ ഈ മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം അനേകായിരം നന്മകൾ നമ്മളെ തേടി വരുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. വ്രതം അനുഷ്ഠിക്കേണ്ടവർ ചെയ്യേണ്ട കാര്യം എന്താണ്, വ്രതം അനുഷ്ഠിക്കുന്നവരും അല്ലാത്തവരും രാവിലെ ഉണർന്ന ഉടൻ ചൊല്ലേണ്ട മന്ത്രം ഏതാണ്, നാളെ മുഴുവനായിട്ടും നമ്മൾ ചൊല്ലേണ്ട മന്ത്രം ഏതാണ് എന്നെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഭഗവാന്റെ തിരുനാമങ്ങൾ, തിരുകഥകൾ മാത്രമല്ല മന്ത്രജപങ്ങൾ, താന്ത്രികങ്ങൾ, പൂജകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.